ഇസ്ലാമിക സമൂഹത്തിൽ ജാഹിലിയത്ത് അറിയാത്തവർ, ശിർക്ക് എന്തെന്നറിയാത്തവർ, ഖുറാഫത്ത് എന്തെന്ന് തിരിച്ചറിയാത്തവർ, ബിദ്അത്ത് എന്തെന്നറിയാത്തവർ മുസ്ലിം സമൂഹത്തിൽ വളർന്നു വന്നപ്പോൾ ഇസ്ലാമിന്റെ തൗഹീദ് എന്ന ആശയാദർശത്തിന്റെ കണക്കിൽ കത്തിവെച്ച് മുസ്ലിം സമുദായമല്ലാത്ത ഇതര മത സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾക്കും സല്യൂട്ടടിക്കുന്ന ഒരു അധപ്പതനത്തിലോട്ട്, മൃഗീയതയിലോട്ടും ആശയശൂന്യതയിലോട്ടും മുസ്ലിം സമൂഹത്തിലോട്ടും ചേർത്ത് പറയപ്പെടുന്ന ചിലർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കബറാരാധനയിലും മുസ്ലിം സമൂഹത്തെ ബന്ധിപ്പിച്ചിട്ടും ഈ പൗരോഹിത്യത്തിന്റെ ചുമരുകളുടെ മേലാണ് പരലോകത്ത് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക എന്ന ഏകമായ സത്യാദർശത്തെ തകർത്തെറിഞ്ഞ് മുസ്ലിം സമൂഹത്തെ ഖബറാരാധനയിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചും മുള്ളും മുരടും മരവും കെട്ടിയുണ്ടാക്കപ്പെട്ട ജാറങ്ങളെയും ആരാധിക്കുന്ന അവസ്ഥയിലോട്ട് തള്ളിവിട്ടപ്പോ സമൂഹം അധപ്പതിച്ചു, തിരിച്ചറിഞ്ഞില്ല. ഈ സമൂഹത്തോട് പറയാനുള്ളത്, ഇവിടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമസ്ത എന്ന, അതേപോലെ തന്നെ EK എന്ന, AP എന്ന, സുന്നികളെന്ന് സ്വയം അവരോധിച്ചിരിക്കുന്ന വിഭാഗം, ഖബറാരാധനയുടെ ചുക്കാൻ പിടിക്കുന്നവർ എങ്ങനെ സുന്നി എന്ന് പറയാൻ കഴിയും? സുന്നത്തിന്റെ മാനദണ്ഡം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും വരച്ചു കാണിച്ചു തന്ന പാതയിലൂടെ വളയാതെ തിരിയാതെ സഞ്ചരിക്കുന്നവരാണ്. ആശയത്തിൽ ഖബറാരാധനയില്ല, ആശയത്തിൽ വ്യക്തിപൂജകളില്ല, ആശയത്തിൽ റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണുള്ളത്. അതിൽ നിന്നും മനുഷ്യരെ, മുസ്ലിം സമൂഹത്തെ തെറ്റിച്ച ഈ പൗരോഹിത്യത്തിന് ഒരിക്കലും സുന്നി എന്ന അവകാശപ്പെടാൻ സാധ്യമല്ല. അവരെ സുന്നികളെന്നാരെങ്കിലും വിളിക്കുന്നുവെങ്കിൽ ഇസ്ലാമിക പ്രമാണത്തോടവർ കാണിക്കുന്ന അതിക്രമമാണെന്നും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നബിയും സഹാബത്തും പഠിപ്പിച്ച സത്യത്തിന്റെ മാർഗമുണ്ട്. ആ മാർഗത്തെ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ സ്വീകരിക്കാൻ, അത് കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മുസ്ലിം സമൂഹം തയ്യാറാകണം. പരലോകത്ത് രക്ഷപ്പെടുന്ന സത്യത്തിന്റെ വിഭാഗത്തിലാകാൻ. കാരണം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പ്രതീക്ഷ നൽകിയതൊരൊറ്റ വിഭാഗത്തിലാണ്. മുസ്ലിം സമൂഹം 73 വിഭാഗമായി പിരിയുമെന്ന് പറഞ്ഞപ്പോ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവിടെ ഞാൻ ഏത് വിഭാഗത്തിലാവട്ടെ, എന്റെ കാക്കകരണവന്മാർ ആചരിച്ചു പോകുന്ന, കണ്ടുശീലിച്ച ആശയത്തെ ആദർശമായി പുണർന്ന് ജീവിക്കാനുള്ള അവകാശം അല്ലാഹുവിന്റെ റസൂൽ നൽകിയിട്ടില്ല. നേരെ മറിച്ച് കുല്ലുഹാ ഫിന്നാർ, ഇസ്ലാമിക സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ പുതിയ ഇത്തിൽ കൊള്ളികളും അല്ലെങ്കിൽ കപടമുഖങ്ങളും നരകത്തിലോട്ടുള്ളതാണ്. ഒന്നൊഴികെ അതാണ് സത്യത്തിന്റെ മാർഗം. അല്ലാഹുവിന്റെ റസൂലും ഹസനായി വന്ന ഹദീസിൽ വിശദീകരിച്ചു തന്നു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാദർശത്തിലായിരുന്നോ ആ ആദർശത്തിലാകുന്നവർ. ആ ആദർശത്തിൽ എന്തൊക്കെ ആചാരമായിട്ടുണ്ടോ ആ ആചാരമാണ് നമുക്കും ആചാരമായിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയാദർശത്തിൽ ഖബർ കെട്ടിപ്പുക്കലില്ലെന്ന് മാത്രമല്ല, വലാ തദഅന്നം ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബിന് ഉപദേശം കൊടുത്തത്. കെട്ടുയർത്തപ്പെട്ട ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുത്. അങ്ങനെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, നബിദിനം, അതേപോലെ തന്നെ ആണ്ട് നേർച്ചകൾ, അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണശേഷം ഉണ്ടാകുന്ന ബിദ്അത്തുകൾ, ഇങ്ങനെ തുടങ്ങി ദീനിൽ ഉണ്ടാക്കപ്പെട്ട പുത്തനാചാരങ്ങൾ സർവ്വതും വെടിഞ്ഞ് തനിമയിലേട്ട് നബിയും സഹാബത്തും കാണിച്ചു തന്ന സത്യത്തിലോട്ട് മടങ്ങലാണ് സ്വർഗത്തിലോട്ടുള്ള വഴി എന്ന് തിരിച്ചറിയുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.